ഡെപ്യൂട്ടി മേയർ പി കെ രാജു കൂടി ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം ഇനി തുടർന്നുള്ള പരിപാടി അതെങ്ങനെയാണ്? നമ്മൾ ഇന്നലെ തീരുമാനിച്ചത് പ്രകാരം രാത്രി 2 മണിക്ക് തീരുമാനിച്ചല്ലോ. മേയറും കളക്ടറും ഞാനുൾപ്പെടെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഫയർഫോഴ്സിൻ്റെ മേധാവി ഉൾപ്പെടെ നമ്മൾ തീരുമാനമെടുത്തതനുസരിച്ച് രാവിലെ 7 മണിക്ക് നമ്മുടെ ദൗത്യം നമുക്ക് കാണാതെ പോയ ജോയിയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. മേയർ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്, കളക്ടർ എത്തിയിട്ടുണ്ട്, പിന്നെ RDO. പക്ഷേ ഇപ്പോൾ നിങ്ങളിവിടെ കാണേണ്ടത് എവിടെയാണ് റെയിൽവേ അധികാരികൾ? ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പത്രദൃശ്യ മാധ്യമങ്ങൾ പറഞ്ഞതിന് ശേഷവും ആ അസിസ്റ്റൻ്റായിട്ടുള്ള ഡിവിഷണൽ അസിസ്റ്റൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ റീജിയണൽ മാനേജറോ ആരെങ്കിലും ഒരാൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നിൽക്കുവാൻ ഇതുവരെ തയ്യാറായി. ഒരു ഏകോപനത്തിൽ കുറവുണ്ടാകുന്നുണ്ടോ? അത് തടസ്സമാകുന്നുണ്ടോ? ഏകോപനത്തിൽ എത്താത്തത് ഞങ്ങളല്ല. ബാക്കി ഞങ്ങളുടെ സർക്കാർ ജില്ലാ ഭരണകൂടം ഇവിടെ ഇല്ലേ? നഗരസഭയുടെ സെക്രട്ടറി ഇവിടെ ഇല്ലേ? ഫയർഫോഴ്സിൻ്റെ മേധാവി ഇവിടെ ഇല്ലേ? ദൗത്യ സംഘത്തിൻ്റെ മേധാവി ഇവിടെ ഇല്ലേ? മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 65 ജീവനക്കാർ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ വാഹനം റെഡിയാണ്. റെയിൽവേയുടെ ഇല്ലാത്തത്. റെയിൽവേക്കാണ് വീഴ്ച വന്നിട്ടുള്ളത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ വൈകുന്നേരം തീരുമാനിച്ചതുപോലെ ഈ മാലിന്യം നീക്കിയ ശേഷമായിരിക്കും ഇവർ അകത്തേക്ക് പോകുക, അതോ ഇത് സമാന്തരമായി അകത്തുള്ള പരിശോധനയും മാലിന്യം നീക്കുന്നതിന് വേണ്ടിയുള്ള JCBയും അതിൻ്റെ ജീവനക്കാരും എല്ലാം എത്തിക്കഴിഞ്ഞു. മാലിന്യം നീക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആധുനിക സൗകര്യത്തോടുകൂടി ഇതിനെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രീമാൻ ജോയിയെ കണ്ടുകിട്ടുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് ലോകത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സാങ്കേതിക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് ഡെപ്യൂട്ടി മേയർ വിശദീകരിച്ചത്. എന്തായാലും നിലവിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം പോയിട്ടുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥരാരും നിലവിൽ ഇവിടെ ഇല്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ പി കെ രാജു പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണവും പ്രത്യാരോപണവും ഒക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും എല്ലാം പരസ്പരം ഉണ്ടായിരുന്നു. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ അങ്ങനെ ഒരു പരസ്പരം പഴിചാരി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ല. എന്തായാലും ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ ട്രെയിൻ അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം. ട്രെയിൻ അധികം താമസിയാതെ തന്നെ ആ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നീട് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിൽ നടക്കും.